കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിഹോൺ തിയോളജിക്കൽ സെമിനാരിയുടെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി പോകുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്ന് ഈ ടൈമിൽ ഞാൻ പഠിപ്പിക്കുന്നത് ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം എന്ന വിഷയമാണ്. ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എസ്കറ്റോളജിക്കൽ ബുക്ക്. ഇതൊരു അന്ത്യകാല ശാസ്ത്ര പുസ്തകമാണ്. There are 17 prophetic books in the Old Testament. പഴയ നിയമത്തിൽ 17 പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. But in the New Testament there is only one book that is called the book of Revelation. പുതിയ നിയമത്തിൽ ഏക പ്രവചന ഗ്രന്ഥമാണുള്ളത്, അത് വെളിപ്പാട് പുസ്തകമാണ്. ഈ അന്ത്യകാല ശാസ്ത്രം എനിക്ക് തോന്നുന്നു നമ്മുടെ സജി സാറ് ഇന്നലെ മുതൽ ആ വിഷയം ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിന്റെ മുഖവരകളൊന്നും ഞാൻ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3 മതങ്ങളാണ് പ്രധാനമായി അന്ത്യകാലത്തെ കുറിച്ച് ശക്തമായി പറയുന്നത്. ഒന്ന് ജുഡായിസം, യഹൂദ മതം അന്ത്യകാലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്പർ 2 ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതം അന്ത്യകാലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്പർ 3 ഇസ്ലാം മതം അന്ത്യകാലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യകാല ശാസ്ത്രത്തെ കുറിച്ച് ബൈബിൾ വീക്ഷണത്തിൽ അവസാനമായ 4 പ്രധാന കാര്യങ്ങളുണ്ട്. The 4 last things of in Christian eschatology. 1 മരണം. ഒരു മനുഷ്യന്റെ അവസാനമാണ് മരണം. സെക്കൻഡ് 1 ജഡ്ജ്മെന്റ്, ന്യായവിധി. 3 ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായതും ഏറ്റവും കൂടുതൽ ലഭിക്കപ്പെടുന്നതുമായ ഒരു വിഷയമാണ് ഹെവൻ, സ്വർഗം എന്നുള്ളത്. ദുഷ്ടനോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന നരകമാണ്. അക്കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. നിത്യത എന്നത് വിശുദ്ധന്മാർക്കുമുണ്ട്, ദുഷ്ടന്മാർക്കുമുണ്ട്. വിശുദ്ധന്മാരുടെ നിത്യത അല്ലെങ്കിൽ നീതിമാന്മാരുടെ നിത്യത സ്വർഗവും, ദുഷ്ടന്മാരുടെ നിത്യത നിത്യ നരകവുമാണ്. ആരെങ്കിലും വന്ന് നിങ്ങളോട് ദുഷ്ടന്മാർക്ക് നിത്യത ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മള് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ പോകുന്ന സ്വർഗമാണെന്ന്. അങ്ങനല്ല. നിത്യത എന്ന വാക്കിന്റെ അർത്ഥം വലിയ സിമ്പിളാണ്. എറ്റേണിറ്റി, അന്തമില്ലാത്ത ഒരു കാലം. വിശുദ്ധന്മാർക്ക് സ്വർഗം അതവരുടെ നിത്യരാജ്യമാണ്. ദുഷ്ടന്മാർക്ക് അവരുടെ ഒടുവിൽ ലഭിക്കപ്പെടാൻ പോകുന്ന സ്ഥലം നരകമാണ്, അത് നിത്യമാണ്.
സ്വർഗം നിത്യമാണ്, നരകം നിത്യമാണ്. ഓക്കെ. വെളിപ്പാട് എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും നാം പഠിക്കുമ്പോൾ അതിന് അപ്പോകാലിപ്സിസ് എന്നാ പറയുന്നത്. APOKALUPSIS, അപ്പോകാലിപ്സിസ്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാമോ? യെസ്. APOKALUPSIS, അപ്പോകാലിപ്സിസ്. ഇതിന്റെ അർത്ഥം മറ നീക്കി കാണിക്കുക, മറ നീക്കുക. അതായത് നമ്മുടെ വീടുകളിലൊക്കെ കർട്ടൻ ഉണ്ട്. എന്തിനാ കർട്ടൻ ഇട്ടേക്കുന്നേ? എന്തിനാ കർട്ടൻ ഇട്ടേക്കുന്നേ? കർട്ടന്റെ ഉപയോഗം എന്നാ? ഒരു മറവിന് വേണ്ടി. ഒരു മറവിന് വേണ്ടി. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അത് കർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ദൈവസഭ, വിശുദ്ധന്മാർ അത് മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചപ്പോൾ ആ മറ അങ്ങ് നീക്കി. ദൈവം അത് യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് എന്ത് ചെയ്തു? ദൈവസഭകൾക്ക് അത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കൃപയാൽ ഗീഗോൺ തിയോളജിക്കൽ സെമിനാരി വരെ വെളിപ്പാട് പുസ്തകം എത്തി. ഒരാമേൻ പറഞ്ഞു. സ്തോത്രം. ഇപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചില ഇനാഗുറേഷൻ സെറമണിക്ക് വരുമ്പോൾ ചില പ്രതിമകളൊക്കെ അനാച്ഛാദനം ചെയ്യാൻ, അല്ലെ മറ്റെന്തെങ്കിലും ഷോപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അത് കർട്ടൻ ഇട്ട് മറച്ചിരിക്കും. ആ ഉദ്ഘാടന സമയത്ത് ആ കർട്ടൻ അങ്ങ് മാറ്റി കഴിയുമ്പോൾ ആ പണിത് വെച്ച ആ പ്രതിമ അവിടെ കാണാം. അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിൽ ആ ഷോപ്പിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. എത്ര മനോഹരമാണ്! അതുപോലെ ദൈവം മറച്ചു വെച്ചിരുന്ന സംഭവമാണ് ഭാവികാല സംഭവങ്ങൾ. അതെന്താണെന്നുള്ളത് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചു. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ എപ്പോഴും ദാനിയേൽ പ്രവചനം നമ്മുടെ മനസ്സിൽ വരണം. അത് സമയമുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാം. The book of Daniel is the key of all biblical prophecies. സകല ബൈബിൾ പ്രവചനങ്ങളുടെയും താക്കോലാണ് ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത്. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ദാനിയേലെ, നീ കണ്ട കാര്യങ്ങളെല്ലാം നീ അടച്ച് സീൽ ചെയ്തു, എന്നിട്ട് നീ പൊക്കോ. ദാനിയേലിനെ കൊണ്ട് സീൽ ചെയ്യിപ്പിച്ച ഒത്തിരി സംഭവങ്ങൾ യോഹന്നാനെ കൊണ്ട് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചില കാര്യങ്ങൾ ദൈവം അടച്ചു വെക്കും, ചില കാര്യങ്ങൾ സമയത്തു ദൈവം അതേ വിഷയം വെളിപ്പെടുത്തും. അതുകൊണ്ട് ദൈവം മൂടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ അതിന്റെ ഒരു വെളിപ്പാടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തക്ക സമയത്ത് അത് വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്
വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ മതി. ഇവിടെ ഒരു പദം നിങ്ങൾ കണ്ടു കാണും, പ്രദർശിപ്പിച്ചു. മാനിഫെസ്റ്റേഷൻ, പ്രദർശനം. എന്താണ് ഈ പ്രദർശനം എന്ന് പറഞ്ഞ? എന്താണ് പ്രദർശനം? എല്ലാവരും കാണത്തക്ക വിധത്തിലും എല്ലാവരും കാണേണ്ടതിനും തുറന്നു വച്ചിരിക്കുന്നതിനെയാണ് പ്രദർശനം എന്ന് പറയുന്നത്. എല്ലാവരും കാണത്തക്ക വിധത്തിലും എല്ലാവരും കാണേണ്ടതിനും തുറന്നു വച്ചിരിക്കുന്നതാണ് പ്രദർശനം. നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ ചെന്നാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലാണ് അതിന്റെ വേറൊരു പീസ് നമ്മൾ വാങ്ങിക്കുന്നത്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം എല്ലാവരും അറിയണമെന്നും വെളിപ്പാട് പുസ്തകത്തിലെ സത്യങ്ങൾ എല്ലാവരും കാണണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം പഠിക്കുമ്പോൾ തന്നെ തിരുവചന സത്യങ്ങൾ എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും അത് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആ ഹിതത്തിനകത്ത് ഞാനുണ്ട് കർത്താവേ എന്ന് പറയാൻ എത്ര പേരുണ്ട്? ലോർഡ്, ഐ ആം ഇൻ യുവർ സർക്കിൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടത് 1-ാം അധ്യായം 19-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഞാൻ നിമിസിന്റെ ചർച്ചില് വെളിപ്പാട് പുസ്തകം വളരെ വേഗത്തിൽ 2-3 ദിവസം കൊണ്ട് എടുത്ത് പഠിപ്പിച്ചു. വായിക്കാം 19-ാമത്തെ വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞത് ഈ 19-ാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ 19-ാമത്തെ വാക്യമാണ്. എന്താ? കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, യു റൈറ്റ് ഡൗൺ വാട്ട് യു ഹാവ് സീൻ. നീ കണ്ടതായ കാര്യങ്ങൾ എഴുതണം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ടതായ കാര്യങ്ങളുണ്ട്. സെക്കൻഡ് വൺ, യു റൈറ്റ് ഡൗൺ ദ തിങ്സ് വിച്ച് ആർ അറ്റ് പ്രസന്റ്. ഇപ്പോഴുള്ളത് നീ എഴുതണം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട കാര്യങ്ങൾ, പ്രസന്റ് ടൈമിലുള്ള കാര്യങ്ങൾ. നീ മൂന്നാമത് പറയുകയാണ്, മൂന്നാമത് എന്താ പറഞ്ഞേക്കുന്നത്? മേലാൽ എഴുതിക്കുന്നേ 19-ാം വാക്യത്തിൽ മൂന്നാമത്തെ സംഭവിപ്പാനിരിക്കുന്നതും. സംഭവിപ്പാനിരിക്കുന്നത്. The things which are going to happen. മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ the future events, eschatological things. കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല, കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്.
വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് കണ്ടതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ കാര്യങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, 3 കാലങ്ങൾ ഒരുപോലെ കോർത്തിണക്കിയ ഒരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇനി യോഹന്നാനോട് ചോദിക്കാം, യോഹന്നാനെ എന്താ നീ കണ്ടത്? വാട്ട് ഡു യു സീ? നീ എന്താ കണ്ടത്? യോഹന്നാൻ പറയും, ഐ ഹാവ് സീ ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഞാൻ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കണ്ടെന്ന്. ഞാൻ ദൈവസഭയെ കണ്ടു. ആമേൻ. എത്ര പേര് തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ ദർശനത്തിൽ കണ്ടിട്ടുണ്ട്? എത്ര പേര് ദൈവസഭയെ കണ്ടിട്ടുണ്ട്? അതന്നെ വാസ് അങ്ങനെ ചോദിക്കുന്നു. ഇന്ന് ഞങ്ങൾ സഭായം കഴിഞ്ഞു വന്നു. സഭയിൽ നിങ്ങോട്ട് പുറത്തിറങ്ങിയോ? ലോക്കൽ ചർച്ചിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. Have you got any revelation about the body of Christ? ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് വെളിപ്പാട് വല്ല കിട്ടിയിട്ടുണ്ട്? അന്നേരം യോഹന്നാന് പറയാൻ പറ്റും, I got a revelation about the glorified Christ and the church of God. ദൈവസഭയെ കുറിച്ചും തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചും എനിക്ക് വെളിപ്പാട് കിട്ടി. ആമേൻ. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടും സഭയെ കുറിച്ചുള്ള വെളിപ്പാടും ഒക്കെ പ്രാപിച്ചവർ എത്ര ധന്യരാ നോക്കണം. ആ വെളിപ്പാട് പ്രാപിച്ചത് കൊണ്ടാണ് ദൈവവചനം പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്. ആ വെളിപ്പാട് എന്റെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ തുടങ്ങണമെന്ന് മനസ്സ് വന്നത്. ആ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ് കർത്താവിന് വേല ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകുവാനിടയായത്. ആമേൻ. സ്തോത്രം. ഇനി ഇപ്പോഴുള്ളത് എന്താ? ഇപ്പോഴുള്ളത് എന്താ? യോഹന്നാൻ കണ്ടത് പാസ്റ്റൻസ് ആണ്, അത് നമ്മൾ കേട്ടു. ഇപ്പോഴുള്ളത് തന്നെ. ഇപ്പോൾ യെസ്, യോഹന്നാൻ കണ്ട കാര്യം 1-ാം അധ്യായത്തിലുണ്ട്. 2-3 അധ്യായത്തിലേക്ക് വരുമ്പോൾ ചർച്ച് പീരീഡാണ്, സഭാ കാലഘട്ടമാണ്. ഇത് കൃപായുഗമാണ്. ദിസ് ഈസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ദിസ് ഈസ് ചർച്ച് ഏജ്. ദിസ് ഈസ് ദ ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്, സഭായുഗമാണ്, കൃപായുഗമാണ്. അന്നേരം സഭകളെ കുറിച്ചുള്ള വർത്തമാന കാലത്തിൽ റൺ ചെയ്യുന്ന സഭകളെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം യോഹന്നാന് കൊടുത്തു. നമ്മളതൊക്കെ പഠിക്കും കേട്ടോ. ജീസസ് പ്രത്യേകിച്ച് 7 സഭകൾക്കുള്ള ദൂതാണ് 2-3 അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. We can make an outline of this book into 3-fold. 1, യോഹന്നാൻ കണ്ട കാര്യങ്ങൾ. 2, ഇപ്പോഴുള്ള കാര്യങ്ങൾ. ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 2-3 അധ്യായങ്ങൾ. ലാസ്റ്റ് വൺ, the future events, the things which are going to happen. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് ആ എസ്കറ്റോളജിക്കൽ ഇവന്റ്സ് കിടക്കുന്നത്, ഭാവികാല സംഭവങ്ങൾ കിടക്കുന്നത്. കർത്താവിനെ കുറിച്ചുള്ള അംഗവർണ്ണന 1-ാം അധ്യായത്തിലും സഭകളെ കുറിച്ചുള്ള കാര്യങ്ങൾ 2-3 അധ്യായത്തിലും ഭാവികാല സംഭവങ്ങൾ
4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഭാവികാല സംഭവങ്ങളെ കുറിച്ചാണ്. മനസ്സിലായോ? സഭാ കാലഘട്ടത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാം. അറിയാവുന്നവരൊക്കെ വേഗത്തിലൊക്കെ പറഞ്ഞു. സഭാ കാലഘട്ടത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 7 years of tribulation. ഗ്രേറ്റ് റെവല്യൂഷൻ. പിന്നെ അടുത്ത എന്തുവാ? ഒറ്റ കാര്യം, നിങ്ങൾ ഈ അന്തിക്രിസ്തുവിന്റെ കാര്യം മാത്രമാണ് ഈ ഓർത്തിരിക്കുന്നത്. ഇന്ന് പ്രത്യാശയോട് ആരാധിച്ച ദൈവമക്കൾ ഒടുവിലെങ്കിലും ഒരു വാചകം പറഞ്ഞു കാണും, ആമേൻ കർത്താവായ യേശുവേ. പറഞ്ഞോ? ഇന്ന് എത്ര പേര് അത് പറഞ്ഞിട്ടുണ്ട്? അന്നേരം നമ്മൾ ആദ്യം പറയേണ്ടത് കർത്താവിന്റെ വരവാണ്, അല്ലേ? അത് പ്രത്യാശയൊക്കെ പോയോ? നമുക്ക് ഏറ്റവും ഊർജം നൽകുന്നതും പ്രത്യാശ നൽകുന്നതുമാണ് നമ്മുടെ കർത്താവിന്റെ വരവ്. സഭായുഗം തീരുമ്പോൾ ഉടനെ സംഭവിക്കുന്നത് യേശു വരുന്ന കാര്യം, ജീസസ് അഡ്വന്റ്. പിന്നെന്നാ അടുത്തത് പറയാമോ? മഹോപദ്രവ കാലഘട്ടം. പിന്നെ മഹോദര കാലഘട്ടം 7 years ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത മഹോദ്രവ കാലഘട്ടത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, ജീസസ് പബ്ലിക് റിട്ടേൺ. പിന്നെ ഹർമഗദോൻ യുദ്ധം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച, 1000 years reign of Lord Jesus Christ. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധം. പിന്നെ അന്ത്യന്യായ വിധി. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ യെരൂശലേം, നിത്യത. ഇതൊക്കെ പ്രധാന ചില കാര്യങ്ങളാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് വിവരിച്ചിരിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ്. മനസ്സിലായോ? ചില വേദ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ യോഹന്നാന്റെ കാലത്ത് നടന്ന കാര്യമാണെന്നാ. മറ്റു ചിലര് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നാ. വേറെ ഒരു കൂട്ടര് ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളാണെന്നാ പറയുന്നത്. ഒരു കൂട്ടര് നടന്നു കഴിഞ്ഞെന്ന് വാദിക്കുന്നു, ഒരു കൂട്ടർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറയുന്നു. മനസ്സിലായോ? ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞാൻ 1984 സെമിനാരി ജോയിൻ ചെയ്തത്. അന്നേരം എന്റെ സമകാലികരായിട്ടും ജൂനിയേഴ്സായിട്ടൊക്കെ പഠിച്ചവർ ഇവിടെ പഠിക്കുന്നുണ്ട്. അന്നേരം ഏബ്രഹാം മാത്യു സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു. അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കും. അദ്ദേഹമാണ് ഞങ്ങളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. പി ഓൺ ബാസ് എബ്രഹാം മാത്യു സാർ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറ. എന്താണെന്ന് അറിയത്തില്ല. വി പി ഓൺ പാസ്റ്ററുടെ ഫോൺ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല.
കേട്ടില്ലേ? ആ, കേട്ട് മറുപടിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് അൺമ്യൂട്ട് ആകുന്നില്ലെന്ന്. ആ, അന്നേരം ഈ ഏബ്രഹാം സാർ എബ്രഹാം സാറാ പഠിപ്പിച്ചേ. ആണോ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളെ വന്നോ? വെളിപ്പാട് പുസ്തകം എബ്രഹാം സാറാ പഠിപ്പിച്ചേ. ആ, ഓക്കെ, താങ്ക് യു. അതറിയാം, എനിക്കറിയാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് ഇങ്ങനെ അനങ്ങാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാണെന്നുള്ള രീതി, അല്ലേ? അന്നേരം പുതിയതല്ലേ കിട്ടുന്നത്. ആ, ഇത് സാർ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം തോന്നി. ഇത് പഠിക്കണമല്ലോ. ഇങ്ങനെ പഠിക്കാൻ വെളിപ്പാട് ദിവസമൊക്കെ വായിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. 10 കൊമ്പ്, 7 തല, ക്രോധകലശം, പിന്നെ അഗാധത്തിൽ നിന്ന് പുക പൊങ്ങുന്നു, ഇതൊക്കെ വായിക്കുന്നത് എന്തോ അത് ഒരു പിടിയും കിടത്തില്ല. ശ്രോത്രം. ആ, പിന്നെ കുറച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ നല്ല ഉറക്കം വരും. ഇത് അടച്ചു വെച്ച് കിടന്ന് ഉറങ്ങുകയും. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, വെളിപ്പാട് പുസ്തകം എനിക്ക് പഠിക്കണം. ഈ ദൈവം നമ്മളീ ചിന്തിക്കും വളരെ സിമ്പിളായിട്ട് നമ്മളോട് ഇടപെടും കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഞാന് ഒരു ദിവസം ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിലെ ഷെൽഫിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകം നിന്റെ അപ്പൻ പഠിച്ച പുസ്തകമാണ് എന്ന് പറഞ്ഞു. പപ്പ പഴയ കാലത്ത് IPCയിലും ഷാരോയിലും പഠിച്ചാണ് ആദ്യകാലങ്ങളിൽ. അല്ല, അവിടെ എന്തോ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. കുറെ പപ്പായ്ക്ക് ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് പപ്പായുടെ ബുക്സ് ഇരിക്കുന്നവരെല്ലാം തപ്പി നോക്കാൻ തുടങ്ങി. അന്നേരം ഒരു കുഞ്ഞു പുസ്തകം എനിക്ക് കിട്ടി. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് ആ പുസ്തകം എടുക്കാൻ പറഞ്ഞു. ഞാൻ ആ പുസ്തകം എടുത്തു. ആ പുസ്തകത്തിന്റെ പേര് ഭാവി കാലം വർത്തമാനകാലത്തിലൂടെ, അങ്ങനെയാണ് ആ പുസ്തകം. ഒരു ചെറിയ പുസ്തകമാണ്. ഞാനത് അത് തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോ അത് മുഴുവൻ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ടങ്ങ് പതിയാനിടയായി. വെളിപ്പാട് പുസ്തകത്തിന്റെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സ്ട്രക്ചറ്, അതിന്റെ മീനിങ് എല്ലാം ആ കുഞ്ഞു പുസ്തകം മുഖാന്തരം ദൈവം എന്നെ പഠിപ്പിക്കും. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കാൻ മനസ്സ് വെച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുന്നത് പോലോ അപ്പോസ്തലരുടെ പുസ്തകം പഠിക്കുന്ന പോലെ ഒന്നും വെളിപ്പാട് പുസ്തകം പഠിക്കാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ അതിന് ഭയങ്കര ദൈവകൃപ ആവശ്യമാണ്. നല്ലപോലെ പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തുടങ്ങുന്നത് എളുപ്പമാണെങ്കിലും വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് അവസാനിപ്പിക്കാൻ പലപ്പോഴും പലരും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ പല സെമിനാരിയിലും സഭകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഒക്കാത്തതുപോലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അന്നേരം എന്റെ മനസ്സിൽ ഓടി വരും, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, തടയാൻ പോവുകയാണ്. അതിനുമേൽ ജയമെടുക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൈമിൽ നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നന്നായി പ്രാർത്ഥിച്ച ക്ലാസ്സിൽ വരാവൂ. എല്ലാ നിലകളിലും പ്രത്യേക ഒരു ശ്രദ്ധയും ഒരു പ്രത്യേക കരുതലും പ്രാർത്ഥനയും ഒക്കെ ആവശ്യമാണ് എന്നൊരു കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിക്കുന്നു. ഇത് നമ്മുടെ തലയിലോട്ട് കയറാൻ തുടങ്ങിയാലുണ്ടല്ലോ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ആ ആത്മീയ ജ്ഞാനം ദൈവം നമുക്ക് പകർന്നു തരുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ ചാല് തുറന്നു കിട്ടിയാൽ
you are able to understand the book of Revelation. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പഠിക്കാം. 1-ാം അധ്യായം എന്ന് എടുത്താട്ട് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ഒരു മിനിറ്റ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യമായി. ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അന്നേരം യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തി മുഖാന്തരം നാട് കടത്തപ്പെട്ട യേശുവിന്റെ ഒരു ശിഷ്യനാണ്. തന്റെ ജീവിതത്തിൽ ഇനി ഒരു മടങ്ങിവരവില്ലെന്ന് ചിന്തിച്ചൊരു മനുഷ്യനാണ്. പത്മോസ് ദ്വീപിൽ പോയിട്ടുള്ള ആരും തിരികെ വന്നിട്ടില്ല. അവിടെ ഭക്ഷണമില്ലാതെ, ആരും സഹായമില്ലാതെ, മറ്റു പല ജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് പട്ടിണി കിടന്നൊക്കെ കൊല്ലപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ അവിടെ കാണാൻ കഴിയുന്നത്. കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലമാണ് പത്മോസ് ദ്വീപ്. എന്നാൽ ദൈവത്തിന് യോഹന്നാനെ കുറിച്ച് ഒരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ പോവാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആരെല്ലാം എത്ര ദൂരത്ത് നിന്നെ അകറ്റിക്കളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം തന്റെ ദൗത്യം നിവർത്തിച്ച് നിന്നെ മടക്കി കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. നമ്മുടെ സൂസൻ ബേബി സിസ്റ്ററിന്റെ പ്രസംഗം അത് തന്നെയല്ലേ? അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. യോഹന്നാനെ ദൈവം പത്മോസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ പുറത്തു വരുന്നത് വരെ യോഹന്നാൻ ദൈവിക വെളിപ്പാടിലും ആത്മവിവശതയിലുമായിരുന്നു. Praise God. ദൈവം നമുക്കൊരു ടൈം ഒരുക്കി വെച്ചിട്ടുണ്ട്. There is a time for each and every person. ഓരോരുത്തർക്കും, എല്ലാവർക്കും ഒരു സമയം വെച്ചിട്ടുണ്ട്. God will bring you out when the time comes. സമയം വരുമ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ, അല്ലെ മെഗാ ക്രൂസുകളിലൊക്കെ കാണുന്ന പോലെ ആര് യോഹന്നാനെ നെറ്റിക്ക് പിടിച്ച് തള്ളിയിട്ടാ പുള്ളി ആത്മവിശ്വത പ്രാപിച്ച്? CPR ബ്രദറെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടോ? നിങ്ങൾ ഇന്നലെ സജി സാറിന്റെ ക്ലാസ്സിൽ എല്ലാവരും ഓൺ ചെയ്തിരുന്നു. കാരണം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ വന്നപ്പോ എല്ലാവരും എന്ത് ചെയ്തു? മൊത്തം ക്യാമറ ഓഫ് ചെയ്തു. അത്ര വിരോധമായ എന്നോടല്ലേ. ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടാ കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോഴേ ദൂത് വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഒരു സെക്യുലർ ക്ലാസ് ആണെങ്കിൽ അങ്ങ് പറഞ്ഞു വിടാം. പക്ഷെ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ മുഖം കാണണം, പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിന്റെ മുഖം കാണും. നിങ്ങളോട് എന്തെങ്കിലും പറയാനുള്ള ആലോചന ദൈവം തരത്തുള്ളൂ. മനസ്സിലായി? അതാണ് വിഷയം. അങ്ങനെ ഒരു പ്രൊഫറ്റിക്കൽ ടീച്ചിങ് ആണ്
ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടായി പറയുന്നു. അത് വേണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്തു, ഈ കുഴപ്പമില്ല. മഴയൊക്കെ വരട്ടെ, പ്രാർത്ഥിച്ച് ജയമെടുത്തോണ്ടങ്ങ് പോകും. സ്തോത്രം. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെ ക്ലാസ് പറഞ്ഞിട്ടാ ഞാൻ തുറന്നത്, എനിക്ക് ഇന്ന അത്യാഹിതം സംഭവിച്ചെന്നും പറയല്ല. ഞാൻ അതൊന്നും ഉത്തരവാദിത്വം എടുക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും അറിയാമല്ലോ. സ്തോത്രം. പക്ഷെ മഴയില്ലാത്തപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഗതി. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആർ യു ഹാപ്പി? ഓക്കെ. അന്നേരം യോഹന്നാൻ ആത്മവിവശത പ്രാപിക്കാൻ ആരാണ് യോഹന്നാനെ തള്ളിയിട്ടത്? അതാ എന്റെ ചോദ്യം. ആരും ഇന്ന് തള്ളിയിട്ടില്ല. ആത്മീയ അതെ, ആത്മീയ മണ്ഡലങ്ങളിൽ ഭയങ്കര സംഭവങ്ങളാണ്. തള്ളിയിടുക, ഉന്തിയിടുക, ആത്മവിശ്വാസം പ്രാപിക്കുക. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ആരും തലേ കൈവച്ചില്ലെങ്കിലും, ആരും ഉന്തിയിട്ടില്ലെങ്കിലും, തള്ളിയിട്ടില്ലെങ്കിലും, ആത്മവിവശത ഒരാൾക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പത്മോസിലാണെങ്കിലും അത് കൊടുത്തിരിക്കും. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റയാള് പോലും അടുത്തില്ലെങ്കിലും ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം പകരാൻ ആഗ്രഹിച്ചാൽ ദൈവം അത് തന്നിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വെളിപ്പാട് ക്രിസ്തുവിൽ കൂടെ ദൂതന്മാർ മുഖാന്തരം യോഹന്നാന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അത് സഭകൾക്ക് കൊടുക്കാൻ വേണ്ടി. ദൈവം, ക്രിസ്തു, ദൂതന്മാർ, ദൂതൻ, യോഹന്നാൻ എല്ലാ പ്രതലങ്ങളെയും ടച്ച് ചെയ്യുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവിക വെളിപ്പാടെന്ന് പറയുന്നത് സ്വത്രം പിതാവായ ദൈവത്തെ സ്പർശിച്ച് സാധാരണ മനുഷ്യനെ വരെയും സ്പർശിക്കുന്ന അനുഭവമാണ് സ്വർഗീയ വെളിപ്പാടെന്നുള്ള കാര്യം മറന്നു പോകല്ലേ. ഭയങ്കര വെളിപ്പാടാണ് യോഹന്നാൻ ഉണ്ടായത്, അല്ലേ? സ്തോത്രം. എന്ത് വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായി. ആരെ കുറിച്ചുള്ള വെളിപ്പാടാണ്? സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. വെളിപ്പാടെന്ന് ഉറക്കിയെന്ന് പറയാമോ എല്ലാവരും? വെളിപ്പാട്. സമുദായ സഭകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വെളിപാട് വെളിപാട്. അത് അങ്ങനെ പറയില്ല. അതൊരു വല്ലാത്തൊരു വിഷയമാണ്. വെളിപാടൊന്നും അങ്ങനെ സംഭവമാക്കില്ല. വെളിപ്പാട് അതിനൊരു ശക്തി ഉണ്ടെന്നേ, അതിനൊരു മഹത്വമുണ്ട്. അതിന് വെളിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനവൊന്നും കുറച്ച് കളയട്ടെ. വെളിപ്പാടെന്നാ പറയട്ടെ. അങ്ങനെ ബൈബിളിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? അത് വെളിപാടെന്നാണോ? വെളിപ്പാട്. നമുക്കത് മതി. വെളിപ്പാട് എന്തോ വെളിപ്പാടാ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ 1 തീമോഥെയോസ് 3:16 വരണം. 1 തീമോഥെയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇതാണ് വെളിപ്പാട്. God was manifested in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത്. അതാരാ? യേശു ക്രിസ്തു. ദൈവന് സ്തോത്രം. എന്തിനാണ് യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത്? എന്തിനാ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത്? ആർക്കും എന്റെ കർത്താവിന്റെ അടുക്കൽ വരുവാൻ വേണ്ടി, ആർക്കും സമീപിക്കാൻ കഴിയുന്ന ദൈവമത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച മനുഷ്യൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച മനുഷ്യൻ,
യേശുവിന്റെ അടുക്കൽ ഭിക്ഷ യാചിക്കുന്നവർക്ക് വരാൻ കഴിയും. യേശുവിന്റെ അടുക്കൽ കുഷ്ഠരോഗികൾക്ക് വരാൻ കഴിയും. യേശുവിന്റെ അടുക്കൽ പുരുഷന്മാർക്ക് വരാൻ കഴിയും. യേശുവിന്റെ അടുക്കൽ സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയും. യേശുവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾക്ക് കടന്നു വരാൻ കഴിയും. All kinds of people can approach the Lord Jesus Christ. എല്ലാവർക്കും. He was a public person always. അവൻ രഹസ്യമായി ജീവിച്ചവനല്ല, അവൻ പബ്ലിക് ആയിരുന്നു. ഏത് സമയത്തും എന്റെ കർത്താവിനെ കാണാം, ആർക്കും കാണാം. അതുകൊണ്ടാണ് ഇത്ര സാധാരണക്കാരിൽ സാധാരണക്കാരനായ യേശു ജനിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് യഹൂദന്മാർക്ക് അവനെ രാജാവായി കാണാൻ കഴിയാതായി പോയത്. മനസ്സിലായോ? ഇന്ന് ലോകത്തിലെ ലീഡേഴ്സിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു ലീഡറിനെ കാണണമെങ്കിൽ എത്ര സമയം കിട്ടും നമുക്ക്? 1 മിനിറ്റ്, 2 മിനിറ്റ്. വലിയ ആൾക്കാരുമായിട്ടൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ കിട്ടും. അത് കഴിഞ്ഞ് അവരെ സ്ഥലം കാര്യമാണ്. സ്റ്റേജിൽ പ്രസംഗം കഴിയുമ്പോൾ പിന്നെ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. വലിയ പ്രസംഗകരും ഒക്കെ അങ്ങനൊക്കെ തന്നെയാണ്. സാധാരണ ആൾക്കാർക്ക് അടുത്ത് നിന്ന് സങ്കടം പറയാൻ പോലും അവസരം കിട്ടണമെന്നില്ല. ഇന്നലെ യേശുവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾ കടന്നു വന്നു. പട്ടണത്തിലേക്കും പാപിയായ സ്ത്രീ വന്നു. കുരുടന്മാർ കടന്നു വന്നു. വിധവമാര് വന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് സമയത്തും ആക്സസ് ഉണ്ട് എന്റെ യേശുവിന്റെ അടുക്കൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ എനിക്കും പി ജോൺ പാസ്റ്റർക്കും നിമ്മി സിസ്റ്റർക്കും പിന്നെ സക്കറിയ പാസ്റ്റർക്കും നമുക്കൊക്കെ ഈ കർത്താവിന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം കിട്ടിയത് അല്ലേ? സ്തോത്രം. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല പ്രത്യാശ. അല്ലേ? ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്ക് കിട്ടി? യോഹന്നാന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ മഹത്വം എന്താണെന്ന് പലർക്കും ഗ്രഹിക്കാൻ കഴിയാതെ പോയി. ജീസസ് എന്തിനാണ് സ്തോത്രം വെളിപ്പാട് പുസ്തകം നമുക്ക് ദൈവം തന്നത്? യേശുക്രിസ്തുവിന്റെ മഹത്വം വിവരിക്കുന്ന പുസ്തകമാ വെളിപ്പാട് പുസ്തകം. കേട്ടോ, ഇത് സാധാരണ ഒരു പുസ്തകമല്ല. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. പൗലോസിന്റെ പ്രാർത്ഥന അങ്ങനെ തന്നെയായിരുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-21 വായിച്ചു. എഫെസ്യ ലേഖനം 1:20-21. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
ഇതെന്തോ വെളിപ്പാടാണെന്ന്. പൗലോസിന് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് നോക്കിക്കേ. ഇത് ഭയങ്കര വെളിപ്പാടല്ലേ? സ്തോത്രം. ഈ മർമ്മം നമ്മൾ ഗ്രഹിച്ചാൽ ഒരിക്കലും നമ്മുടെ കർത്താവിനെ നമ്മൾ തള്ളിപ്പറയത്തില്ല. ആ മഹത്വം വിവരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. മനസ്സിലായോ? ഇനി ഞാൻ അതിന്റെ ഡീപ്പിലേക്ക് വരാൻ പോവാം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ആരംഭങ്ങളുടെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിന്റെ ആരംഭം നമ്മൾ കാണുന്നു, ശാപത്തിന്റെ ആരംഭം കാണുന്നു, കണ്ണുനീരിന്റെ ആരംഭം കാണുന്നു, ദുഃഖത്തിന്റെ ആരംഭം കാണുന്നു, മനുഷ്യന്റെ ആരംഭം കാണുന്നു, വിവാഹത്തിന്റെ ആരംഭം കാണുന്നു, സംസ്കാരത്തിന്റെ ആരംഭം കാണുന്നു, ജാതികളുടെ ആരംഭം കാണുന്നു, മരണത്തിന്റെ ആരംഭം കാണുന്നു, ഭാഷകളുടെ ആരംഭം കാണുന്നു, സമയത്തിന്റെ ആരംഭം കാണുന്നു, ശാപത്തിന്റെ ആരംഭം കാണുന്നു, രാത്രിയുടെ ആരംഭം കാണുന്നു. ഇങ്ങനെ പലതിന്റെയും ആരംഭം, പലതിന്റെ അല്ല, എല്ലാത്തിന്റെയും ആരംഭമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ പേര് തന്നെ ജെനസിസ്, ഉൽപ്പത്തി, ആരംഭം. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് പലതിന്റെയും അവസാനമാണ്. ചില വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാ, എല്ലാം വായിക്കാനൊന്നും സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 4:8 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 4:8. നാല് ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ഉൽപ്പത്തി പുസ്തകം 4:8. എന്നാറെ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. നോക്കണേ, അവിടെ മരണം സംഭവിക്കുന്ന കണ്ടില്ലേ? വെളിപ്പാട് ദിവസം 21:4-5 വാക്യങ്ങൾ. വെളിപ്പാട് ദിവസം 21:4-5 വാക്യങ്ങൾ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാവുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സാത്താൻ കൊണ്ടുവന്ന സകല ശാപങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ തുടച്ചു നീക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50:1 വായിച്ച്. ഉൽപ്പത്തി 50:1. അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. കരച്ചില്, ദുഃഖം. വെളിപ്പാട് 21:5 വായിച്ചല്ലോ. ഇനി ദുഃഖവും മുറവിളിയും ഉണ്ടാകില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ജയിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ തോൽക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അശുദ്ധി പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:15 വായിക്കാം. വെളിപ്പാട് 22:15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അശുദ്ധമായ എല്ലാം പുറത്ത്. വെളിപ്പാട് ദിവസം 22:5 കൂടെ വായിക്കാം. വെളിപ്പാട് 22:5. ഇനി രാത്രി ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ രാത്രി ഉണ്ടാകുകയില്ല. സൂര്യനില്ല. ഈ പഴയ ഭൂമി ആകാശവും എല്ലാം മാറിപ്പോകും. പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകും. മനസ്സിലായോ? നേരം ഓർത്തിരിക്കണം, ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. പലതിന്റെയും തുടക്കമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ചിലതൊക്കെ വേദനാജനകമാണ്. മരണം വേദനയാണ്.
കണ്ണുനീര് വേദനയാണ്, ദുഃഖം വേദനയാണ്, നഷ്ടം വേദനയാണ്. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന സകല വേദനകളും എന്നേക്കുമായി നീക്കപ്പെടുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1 വാക്യം വായിക്കാം. 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ എന്നാലും ദാസന്മാരെ മതി. എന്നാലും വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. തിങ്സ് വിൽ ഹാപ്പൻ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യമായത്. മനസ്സിലായോ? അതുകൊണ്ട് വേഗത്തിൽ നമുക്കിത് പഠിച്ചേ ഒക്കത്തുള്ളൂ. സ്തോത്രം. സഭയുടെ കാലഘട്ടം കഴിയുമ്പോൾ നാം ഇത്രയും നാൾ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ച് എന്തിനാണെന്നുള്ളത് മനസ്സിലാകും. വെളിപ്പാട് ദിവസം 4-ന്റെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അന്നേരം വെളിപ്പാട് ദിവസം എന്ന് പറയുന്നത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമല്ല, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സ്തോത്രം. നിങ്ങളുടെ എല്ലാവരും നോക്കിക്കേ, ഇതെന്റെ കയ്യിലിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. സകലത്തിന്റെയും ഭാവി പറയുന്ന പുസ്തകമാ വേദപുസ്തകം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാവി, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ ഭാവി എന്തെല്ലാം ഉണ്ട്, അതിനെല്ലാം ഡെസ്റ്റിനി നിശ്ചയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. മനസ്സിലായോ? ഞാന് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഔട്ട്ലൈനൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ 1-ാം അധ്യായം 19-ാം വാക്യം പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വെളിപ്പാട് പുസ്തകം എന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? യോഹന്നാൻ കണ്ട കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അതായത് യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥ, പുതിയ നിയമസഭ, വർത്തമാന കാലയളവിലുള്ള ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ, മേലാൽ സംഭവിക്കാൻ പോകുന്നത്, കർത്താവിന്റെ വരവ് മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ. ഇതാണ് എന്റെ ഔട്ട്ലൈൻ. എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരാൻ പോവാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. യേശു ക്രിസ്തു സഭയുടെ നാഥനാണ്. ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. 4-5 അധ്യായങ്ങൾ ജീസസ് ഈസ് ദ റിഡീമർ. യേശു വീണ്ടെടുപ്പുകാരനാണ്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ, 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ജീസസ് ഈസ് ദ ജഡ്ജ്. യേശു ന്യായാധിപനാണ്. 19 മുതൽ 22 വരെ യേശു ക്രിസ്തു ഈസ് ദ കിങ് ഓഫ് കിങ്സ്.
അവൻ രാജാതിരാജാവാണ്. How many of you want the special blessings from God? ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം വേണ്ടി എത്ര പേരുണ്ട്? നിങ്ങൾ ആ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വേറെ ഒരു പുസ്തകവും വായിച്ചാലോ കേട്ടാലോ പ്രമാണിച്ചാലോ ഇതുപോലൊരു അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നില്ല. ബൈബിളെല്ലാം തുല്യമാണ്, സത്യമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം 65 പുസ്തകങ്ങളിലും കാണാത്ത ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം ഇവിടെ പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഇത് വായിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമുണ്ട്. രാമൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. ഇത് കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമുണ്ട്. ഇത് പ്രമാണിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ഇവിടെ 3 ശുശ്രൂഷ നടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ശുശ്രൂഷ, വെളിപ്പാട് പുസ്തകം കേൾക്കുന്ന ശുശ്രൂഷ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കുന്ന ശുശ്രൂഷ. സോ വി വിൽ ബി ബ്ലസ്ഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. അല്ലെ? യാതൊരു സംശയവും വേണ്ട. ജീസസ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യവും 9-ാം വാക്യവും വായിക്കണം. ദാനിയേൽ പ്രവചനം 12-ന്റെ 4-ഉം 9. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. 9-ാം വാക്യം. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ദാനിയേൽ ഒരുപാട് ദർശനങ്ങൾ ഭാവി കാലത്തെ കുറിച്ച് കണ്ട ഒരു മനുഷ്യനാണ്. He was a man of revelation and visions. പക്ഷേ യോഹന്നാൻ എഴുതി പ്രദർശിപ്പിച്ചതുപോലെ അതെല്ലാം എഴുതി പ്രദർശിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഇനി വെളിപ്പാട് ദിവസം 22-ന്റെ 10 വായിക്കാം. വെളിപ്പാട് ദിവസം 22-ന്റെ 10. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. Seal not the book. ഒരേ ദൈവം ദാനിയേലിനോട് പറയുന്നു, പ്രവചനത്തിന്റെ നീ കണ്ട കാര്യങ്ങൾ മുദ്രയിടണം. അതേ ദൈവം യോഹന്നാനോട് പറയുന്നു, നീ ഇത് മുദ്രയിടരുത്, എല്ലാവരും ഇത് കാണത്തക്കവണ്ണം ഇത് പ്രദർശിപ്പിക്കണം. ഈ 2 പേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. ദാനിയേലിന് കൊടുത്ത മിനിസ്ട്രി അല്ല യോഹന്നാന് ദൈവം കൊടുത്തത്. രാത്രിയിൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് ഓർത്ത് കർത്താവിന് മഹത്വം കൊടുത്തോണം. ദാനിയേലിന് ലഭിക്കേണ്ടത് ദാനിയേലിന് ലഭിക്കും, യോഹന്നാന് ലഭിക്കേണ്ടത് യോഹന്നാന് ലഭിക്കും. ഈ ദാനിയേലിനെയും കൺട്രോൾ ചെയ്തതും യോഹന്നാനെ കൺട്രോൾ ചെയ്തതും ഒരൊറ്റ ദൈവം തന്നെയാണ്. ആകയാൽ നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവശക്തരായ ദൈവം തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് ഒരു കാലം ദൈവം ഒരുക്കിയിരുന്നു. എല്ലാം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തിയില്ല. സ്തോത്രം.
അന്നേരം എല്ലാത്തിനും ഒരു സമയമുണ്ട് കേട്ടോ, നമുക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച പ്രസംഗിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി ജോർജ് മുള്ളർ 25 വർഷം പ്രാർത്ഥിച്ചു. നമ്മുടെ സുമ ഈരാട്ടുപേട്ട, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു മാന്യ സഹോദരിയാണ്. അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയൊക്കെ ആ സമയം എനിക്കൂടി ഇട്ടു തരും. തിരക്കുള്ള സമയത്ത് എല്ലാം ഒന്നും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ ടാസ്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. എന്നെക്കുറിച്ചും കോളേജിനെ കുറിച്ചും നമ്മുടെ സെമിനാരിയെ കുറിച്ചും പഠിക്കുന്നവരെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ മിക്കപേരും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നത്, ദൈവം ഓരോരുത്തർക്കും ഓരോരോ ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്. അത് തക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചോണം. നമുക്ക് ദൈവം തരുന്ന സമയം അത് നമ്മുടെ സമയമാണ്. വേറൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ബുക്ക്? ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയമല്ല. വാട്ട് ഈസ് ദ തീം ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ? പറ. ഞാൻ പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. കർത്താവിന്റെ വരവ്. സൈമൺ സാറേ, ആ, ഒരു മിനിറ്റ്, സോറി. നാളെ എന്റെ പെങ്ങടെ മോടെ വിവാഹമാണ്. ഇപ്പൊ ഇന്ന് വൈകിട്ട് പ്രയർ ഉണ്ട്. എന്റെ ഓക്കെ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ ചെല്ലേണ്ടത്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ധൈര്യമായിട്ട് പോക്കോ, കുഴപ്പമില്ല. നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റുകയില്ല. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കും കല്യാണമൊന്നും ഇല്ലല്ലോ? ലിസൺ. എന്താണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിന്റെ വരവ്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, മഹത്വപൂർണനായ ക്രിസ്തു എന്നുള്ളതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഒരിക്കലും മറക്കല്ലേ. The theme of the book of Revelation is the glorified Christ. Yes. 1:7 വായിക്കുക, അന്നേരം അതിന്റെ ആ മർമ്മം, ആ മഹത്വം മനസ്സിലാകും. 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. മതി. ആമേൻ. He is coming with the clouds and every eye will see him. സ്തോത്രം. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും. Praise the Lord. Who is he? യേശു ആരാണ്? 5:6 വാക്യം. ആത്മാക്കളുടെ പക്കൽ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും മതി. യേശു ക്രിസ്തു ആരാണ്? 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വിശ്വസ്ത സാക്ഷി, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, വിശ്വസ്ത സാക്ഷി. രണ്ടാമത്, മരിച്ചവരിൽ ആദ്യജാതൻ. മരിച്ചവരിൽ ആദ്യജാതൻ. പിന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതി.
ഉണ്ടോ? യേശു ആരാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് പറയാമോ ഈ 3 കാര്യം വേദത്തിൽ നിന്ന് പറഞ്ഞേ? വിശ്വസ്ത സാക്ഷി, വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. യെസ്. ഏതോ വാക്യങ്ങളായിരുന്നു? 5ഉം 6ഉം വാക്യങ്ങൾ. He is the faithful witness and the first begotten of the dead and the prince of the kings of the earth. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മോടുള്ള ബന്ധത്തിൽ യേശു ആരാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മോടുള്ള ബന്ധത്തിൽ 6-ാം വാക്യം വായിക്കാം. 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും വൃത്തി നമ്മുടെ വായിക്കണേ. ഒരു മിനിറ്റ് ഉണ്ട്. 1, നമ്മെ സ്നേഹിക്കുന്നവൻ. നമ്മോടുള്ള ബന്ധത്തിൽ യേശു ആരാണ്? നമ്മെ സ്നേഹിക്കുന്നവൻ. വൺ ഹൂ ഈസ് ലവിങ്. നമ്മെ സ്നേഹിക്കുന്നവൻ. അടുത്ത തന്നെ നമ്മുടെ പാപം പോക്കി നമ്മുടെ പാപം പോക്കുന്നവൻ. നമ്മുടെ പാപം പോക്കുന്നവൻ. വൺ ഹൂ ഈസ് ഫോർഗീവിങ് അവർ സിൻസ്. നമ്മുടെ പാപം പോക്കുന്നവൻ. പിന്നെ 3-ാമത് നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് രക്തത്താൽ വിടുവിക്കുന്നവൻ. redeeming by the blood of Jesus. രക്തത്താൽ വിടുവിക്കുന്നവൻ. പിന്നെ 4, തന്റെ പിതാവ് ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് 4-ാമത് നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മെ പുരോഹിതന്മാരാക്കി തീർത്തു. രാജ്യം എന്നാണ് മലയാളത്തിൽ, പക്ഷെ കിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. നമ്മൾ എന്ത് ചെയ്തു? രാജാക്കന്മാരാക്കി തീർത്തു. പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി തീർത്തു. അത് ആ വെളിപ്പാട് പത്രോസിന് കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. മനസ്സിലായോ? ജീസസ് ഈസ് കമ്മിങ് വിത്ത് ക്ലൗഡ്സ്. കർത്താവ് എങ്ങനെ വരുന്നേ? മേഘാരൂഢനായിട്ടാ വരുന്നേ. നമ്മൾ പാടുമല്ലോ, മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരരായി. അല്ലെ? നമ്മുടെ കർത്താവ് വരുന്നത് മേഘാരൂഢനായിട്ടാ വരുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 9 മുതൽ 11 വരെ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. യേശു തമ്പുരാൻ ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാർ കാണുക എങ്ങനാണോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്, അവൻ മേഘം അവന്റെ മേൽ നിഴലിട്ടു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. At the same way Jesus is coming. അതേ രീതിയിലാണ് യേശു വരുന്നത്. Praise the Lord. യേശു വരുമ്പോൾ സകലരും അവരെ കാണും.
അവനെ കുത്തി തുളച്ചവര് കാണും. യഹൂദ ഗ്രഹം അവനെ കാണും. Praise the Lord. എന്താ ഈ ബൈബിളിലെ ശക്തമായ ദൂതെന്ന് പറയുന്നത്? സ്തോത്രം, ഈ കാര്യമാ. യേശു മടങ്ങി വരും. സകലരും ഈ കാര്യം അറിയണം. സ്തോത്രം, സകലരും ഈ യേശുവിനെ കാണണം. അതാണ് നമ്മുടെ വിഷയം. യേശു വരുന്നു, സകലരും ഇത് അറിയണം. അതിനാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ വെറുക്കുന്നവരും കർത്താവിന്റെ പബ്ലിക് അഡ്വന്റ് കാണും. രഹസ്യവര് ചിലപ്പം കാണാൻ പറ്റിയല്ല, ആ സഭ മാത്രമാണ് എടുക്കപ്പെടുന്നത്. എന്നാൽ മഹോദര കാലഘട്ടത്തിന് ശേഷം യേശുവിനെ വെറുക്കുന്നവര് പോലും കർത്താവിന്റെ വരവ് ഈ ഭൂമിയിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും, അല്ലെ? സ്തോത്രം. ഒരു മാറ്റവും ഇല്ലാത്ത ദൂതാണിത്. 22-ാം അധ്യായം 7-ാം വാക്യം, വെളിപ്പാട് ദിവസം 22:7 വായിച്ചേ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ ഇതാ ഞാൻ പുസ്തകത്തിലെ വേഗത്തിൽ വരുന്നു. ഇനി 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ഐ കം ഓരോരു ക്വിക്ലി. സ്തോത്രം. ദിസ് ഈസ് എ ജനറൽ മെസ്സേജ് ടു ഓൾ മെൻ. എല്ലാവരോടുമുള്ള പൊതുവായ സന്ദേശം ഇതാണ്: യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. Praise the Lord Jesus. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ച് പഠിക്കണം. ഒന്ന്, മധ്യാകാശത്തിൽ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്ന രഹസ്യ വരവ്. ഞാൻ കള്ളനെ പോലെ വരും. 2, വിശുദ്ധന്മാരെ ചേർത്ത കർത്താവ് വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരുന്ന രംഗം. സ്തോത്രം. ഇന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണ്, ഈ ഭൂമിയില് ഏകാധിപത്യ ഭരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ഭരണം. ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ രാജഭരണമുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ രാജഭരണമുണ്ട്. ബ്രിട്ടനിൽ രാജഭരണമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പല ഇടങ്ങളിൽ രാജഭരണമുണ്ട്. ഏകാധിപത്യം. പക്ഷെ ജനം ഈ ഈ ഏകാധിപത്യ ഭരണം ഇഷ്ടപ്പെടാതെ വന്ന് പിന്നെ അത് ജനാധിപത്യത്തിന് വഴിമാറിക്കൊടുത്തു. നമുക്കറിയാം, നേപ്പാളിലൊക്കെ രാജഭരണമായിരുന്നു. അടുത്ത ചില വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഭരണത്തിന് മാറ്റം സംഭവിച്ചത്. അവിടെ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. ഇപ്പോൾ ഡെമോക്രസി, ഓട്ടോക്രസി മാറി ഡെമോക്രസിയാണ്. എല്ലായിടും ജനാധിപത്യം. നമ്മുടെ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. സ്തോത്രം. എന്നാൽ അധികം താമസിക്കാതെ തിയോക്രസിയിലേക്ക്, ദൈവാധിപത്യത്തിലേക്ക് ഭരണം മാറാൻ പോകാം. അഖിലാണ്ട് മുഴുവൻ ദൈവത്തിന്റെ ഭരണത്തിൽ വരും. Praise the Lord. The whole world will become the kingdom of God. ലോകം മുഴുവൻ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇനിയും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. ഇപ്പൊ യോഹന്നാൻ ഇപ്പൊ എവിടാ? പത്മോസ് ദ്വീപ്. പത്മോസ് എന്ന ദ്വീപില. 10 മൈൽ നീളവും
6 മൈൽ വീതിയും മാത്രമുള്ളൊരു ചെറിയ ഐലൻഡാണ് ഈ പത്മോസ്. മെഡിറ്ററേനിയൻ കടലിൽ കാണുന്ന ഈ ചെറിയ ദ്വീപ്, The Aegean Sea is a part of the Mediterranean Sea. നമ്മുടെ മധ്യാധരണി കടലിന്റെ ഒരു ഭാഗമാണ് ഈജിയൻ കടൽ. അവിടാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ മോഡേൺ കൺട്രീസ് ഓഫ് ഗ്രീസ് ആൻഡ് തുർക്കി. ഇന്നത്തെ ആധുനിക തുർക്കിയുടെയും ഗ്രീസിന്റെയൊക്കെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. അന്നേരം ഈ പത്മോസ് ദ്വീപിൽ യോഹന്നാനോട് ദൈവം പറയുകയാണ്, 7 സഭകൾക്കുള്ള ദൂത് നീ എഴുതണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7 സഭകൾ നിങ്ങൾ അതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം, മറക്കല്ല. 7 churches in Asia Minor. 7 churches. First one, Ephesus. Second one, Smyrna. Third one, Pergamum. ഇംഗ്ലീഷില്, മലയാളത്തിൽ പെർഗമോസ്. 4 തുയഥൈര, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ തൈത്തീരിയ. സർദീസ്, ഫിലാഡൽഫിയ, ലവോഡീഷ്യ, ലവോദിക്കാതുകൊണ്ട് ലവോഡീഷ്യ. 7 സഭകൾ. വേറെ ഒരുപാട് സഭകളുണ്ട്, പക്ഷെ 7 സഭകളെയാണ് സെലക്ട് ചെയ്തത്. 7 സഭകൾക്കുള്ള ദൂത് എല്ലാ സഭകൾക്കും ബാധകമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ജീസസ്. ഇനി വെളിപ്പാട് ദിവസം 1-ാം അധ്യായം അതിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദപരിധി വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞ് അതിന്റെ വ്യാഖ്യാനം ഞാൻ പറയാൻ പോവുകയാണ്. വെളിപ്പാട് ദിവസം 1-ന്റെ 11 മുതൽ 20 വരെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം, വായിക്കാം. ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും
ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. ഇവിടെ വായിച്ച ഭാഗത്ത് യേശുവിന്റെ പൊസിഷൻ നമുക്ക് കാണാൻ കഴിയും. We can see the position of our Lord Jesus Christ. Where is Jesus? Jesus is in the midst of the 7 churches. 7 സഭകളുടെ മധ്യത്തിലാണ് കർത്താവിനെ കാണുന്നത്. കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ യേശുവിനെ എല്ലാവരും കാണണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് യേശു എവിടെയും മധ്യഭാഗത്താണ് കടന്നു വരുന്നത്. യേശു ക്രിസ്തു ദൈവസഭയുടെ നടുവിൽ. നമ്മുടെ ജീവിതത്തിന്റെ മധ്യഭാഗത്ത്, നമ്മുടെ തീരുമാനങ്ങളുടെ മധ്യഭാഗത്ത്, നമ്മുടെ കൂട്ടായ്മകളുടെ മധ്യഭാഗത്ത്, നമ്മുടെ പ്രവൃത്തിയുടെ മധ്യഭാഗത്ത് കർത്താവ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? കർത്താവ് പറഞ്ഞല്ലോ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. കർത്താവിന് എപ്പോഴും വേണ്ടുന്നത് മധ്യഭാഗമാണ്. മനസ്സിലായ? അത് കൊടുക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഞാൻ മുഖാന്തരം എന്റെ യേശുവിനെ എല്ലാവരും കാണണം. ഞാൻ മുഖാന്തരം എന്റെ യേശുവിനെ എല്ലാവരും അറിയണം. എന്നാൽ സഭയുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ യോഹന്നാൻ നോക്കിയപ്പോൾ നിലയങ്കി ധരിച്ച ഒരു കർത്താവിനെ കണ്ടത്. പാദം വരെയുള്ള ഒരു അങ്കി. എന്താണ് അതിന്റെ അർത്ഥം? സാധാരണ നമ്മൾ പുരോഹിതന്മാരെയൊക്കെ കണ്ടിട്ട് അവരുടെ ലോഹം കണ്ടിട്ടില്ലേ? പാദം വരെ. യേശു തമ്പുരാൻ ആരാ? അവൻ പുരോഹിതനാണ്. Our Lord Jesus Christ is the high priest. അവൻ സാധാരണ പുരോഹിതനല്ല, അവൻ മഹാപുരോഹിതനാണ്. അവൻ ഹൈ പ്രീസ്റ്റ് ആണ്. അല്ലേ? നിങ്ങൾ സമയം പോലെ എബ്രായലേഖനം 5-ാം അധ്യായവും എബ്രായലേഖനം 7-ാം അധ്യായവും 3-ാം അധ്യായവും ഒക്കെ വായിച്ചോണം. അവിടെ എല്ലാം യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് യേശു ക്രിസ്തു ആരാണ്? അവൻ പുരോഹിതനാണ്. മനസ്സിലായോ? രണ്ടാമത്, മാറത്ത് പൊൻകച്ച കെട്ടി കർത്താവ്. A golden sash around his chest. മാറത്ത് പൊൻകച്ച. അതെന്തിനെ കാണിക്കുന്നു? നിലയങ്കി പൗരോഹിത്യത്തെ കാണിക്കുന്നു. മാറത്ത് കെട്ടിയ പൊൻകച്ച എന്തിനെ കാണിക്കുന്നു? പറയാമോ? രാജ്യത്വത്തിനെ. നമ്മുടെ യേശു ക്രിസ്തു രാജാവാണ്. ലോകത്തിലെല്ലായിടത്തും ഒരുവൻ ജനിച്ച് വളരെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ രാജാവാകുന്നത്. എന്നാൽ ലോകത്തിൽ രാജാവായിട്ട് ജനിച്ച ഒരൊറ്റയാളേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അല്ലേ? നേരം അവൻ രാജാവാകാൻ വേണ്ടി ജനിച്ചവനല്ല, അവൻ രാജാവായി തന്നെ ജനിച്ചവനാണ്. മനസ്സിലായോ?
മത്തായിയുടെ സുവിശേഷം 2:9 ഒന്ന് രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കാം, ചിലത് ഒത്തിരി സന്തോഷമുണ്ട്. മത്തായി 2:2. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങനെ ജനിച്ചവനാ. ഇനി വെളിപ്പാട് പുസ്തകം 19:16 വായിച്ചേ. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ആമേൻ. രാജാതിരാജാവ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. മനസ്സിലായോ? സ്വർഗം മാത്രമല്ല യേശു രാജാവായി പിറന്നവനെന്നും രാജാവായി തീർന്നവനെന്നും പ്രഖ്യാപിച്ചത്, ഈ ലോകത്തിൽ ഒരു ഭരണാധികാരി പോലും യേശു രാജാവാണെന്ന് പ്രഖ്യാപിച്ചു. ഏതാണ്ട് 57 പ്രാവശ്യം. There are 50 times we see the statement Jesus is the king in the Bible. തിരുവചനത്തിൽ 57 പ്രാവശ്യം യേശു രാജാവാണ് എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയും. അത് രണ്ട് കാര്യം ചിന്തിച്ചു. യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ നിലയങ്കി ഉടുത്ത കർത്താവ്, അവൻ പുരോഹിതനാണ്. 2 മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അവൻ രാജാവാണ്. മനസ്സിലായോ? ഇനി തലയും തലമുടി നോക്കിക്കേ. Head and hairs were white like snow. വായിക്കാമോ? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. തലയും തലമുടിയും. തല എങ്ങനെ? വെളുത്ത പഞ്ഞി പോലെ. ഇനി ദാനിയേൽ പ്രവചനം 7:9 കൂടെ ഒന്ന് വായിച്ചേ. ദാനിയേൽ പ്രവചനം 7:9. ഒരു നാണയത്തിന്റെ 2 വശമാണ് വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനം. കേട്ടോ? 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായി ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന. മതി. ഇവിടെ നോക്കിക്കേ, സാധാരണ നമ്മുടെ തലമുടിയൊക്കെ നരയ്ക്കുന്നത് എപ്പോഴാ? വയസ്സാണ്. കളവനും കളവിയാവുമ്പോ. അതെ, കളവനും കളവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒത്തിരി ചെറുപ്പക്കാരുടെ മുടിയൊക്കെ നരയ്ക്കുന്നു. കല്യാണം കഴിക്കാത്ത ഒത്തിരി പേരുടെ പിള്ളേരുടെ മുടിയൊക്കെ നരയ്ക്കുന്നു. അത് ഈ കാലത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം. സാധാരണ മുടിയൊക്കെ നരയ്ക്കുന്നത് വാർദ്ധക്യമാകുന്ന സമയങ്ങളിലാണ്. ഒരു മധ്യ വയസ്കരൊക്കെ ആവും അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു മധ്യഭാഗം കഴിയും. ഇവിടെ യേശു തമ്പുരാന്റെ മുടി പഞ്ഞി പോലായിരിക്കുന്നു. വെളുത്ത കൊറ്റന്റെ രോമം പോലായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു വൃദ്ധരായെന്നാണോ? കർത്താവിന് പ്രായം ചെന്നെന്ന് വല്ലതും ആണോ? ജോൺസൺ CP ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ കർത്താവിന് ഇപ്പൊ എത്ര വയസ്സായി?
പ്രായമില്ല. പ്രായമില്ല. ഇവിടെ യേശുവിന്റെ തലമുടി വെളുത്ത പഞ്ഞി പോലെ അല്ലെ ഹിമം പോലെ വെളുത്ത ആട്ടുകൊറ്റൻ രോമം പോലെ എന്ന് പറയുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് കാലങ്ങൾക്കതീതനാണ്. കാലമുണ്ടാകുന്നതിന് മുൻപേ അവനുണ്ടായിരുന്നു. ഒരു കാലത്തിലും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കണമെങ്കിൽ 90-ാം സങ്കീർത്തനം അതിന്റെ ആദ്യ 2 വാക്യങ്ങൾ വായിക്കണം. 90-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു. കേട്ടോ, ആ തലമുറ തലമുറ ഭാഗം കേട്ടോ. അടുത്തത്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്. അടുത്തത്, അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഹല്ലേലൂയ. You are everlasting God. From everlasting to everlasting. നീ അനാദിയാണ്, ശാശ്വതവാസിയാണ്, കാലങ്ങൾക്ക് അതീതനാണ്. മനസ്സിലായോ? അന്നേരം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അന്നേരം അതുകൊണ്ടാണ് പുരാതനായ ദൈവം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ തലമുടിയുടെ ആ വൈറ്റ്നസ് അവൻ കാലങ്ങൾക്ക് അതീതനാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. സ്തോത്രം. അടുത്തത് എന്തുവാ? കണ്ണ് അല്ലേ? വായിച്ചേ. ഒരുപാട് കണ്ണ് അഗ്നിജാലയ്ക്ക് ഒത്തത്. സ്തോത്രം. അഗ്നിജാല, കണ്ണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാണെന്നാ പറയുന്നത്. കണ്ണെന്തിനാ ഉപയോഗിക്കുന്നേ? കണ്ണെന്തിനാ ഉപയോഗിക്കുന്നേ? കാണാനാ ഉപയോഗിക്കുന്നത്. സ്തോത്രം അല്ലേ? പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കാൻ അല്ലേ? കാണാനാ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് കാണാൻ വേണ്ടിയാ. ഇവിടെ കർത്താവിന്റെ കണ്ണിന്റെ ഒരു പ്രത്യേകത നോക്കിക്കേ. അഗ്നിജാല പോലെ. എന്താ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 4:13 വായിക്കണം. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ അംഗവർണ്ണനയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നന്നായിട്ട് നോട്ട് എഴുതി വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഇത് നിങ്ങൾ പ്രസംഗിക്കണം. യേശു ക്രിസ്തുവിന്റെ നിലയെങ്കി, ഇത് ഈ പിന്നെ മാർത്ത് പെൺകൊച്ച, തലയും തലമുടി, ഈ കണ്ണ്, കാല്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അങ്ങ് പറയണം. സ്തോത്രം. ചുമ്മാ പഠിച്ച് പുസ്തകത്തിൽ എഴുതി അടച്ചു വെക്കാനുള്ളതല്ല. ഇത് സന്ദർഭോചിതമായിട്ട് ദൈവത്തിന് വേണ്ടി അത് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, വായിച്ചേ. എബ്രായ ലേഖനം 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. MRI സ്കാനിനേക്കാൾ എത്ര പവർഫുൾ ആണെന്നറിയാമോ കർത്താവിന്റെ കണ്ണ്? ഫേസലോ എല്ലാം കാണും. സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. മനസ്സിലായോ? കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ എല്ലാ രോഗവും കാണുന്നുണ്ട്. കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ എല്ലാ തകർച്ചകളും കാണുന്നുണ്ട്.
കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഭാവിയെ ഓർത്ത് ഭയങ്കര ആവലാതിയും വേവലാതിയും ഒക്കെയാണ്. കർത്താവിന്റെ ദീർഘദൃഷ്ടിയിൽ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. സകലവും കാണുന്നവരായ ഒരു ദൈവം. അതുകൊണ്ട് ആ 139 സങ്കീർത്തനം പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വായിക്കാം. യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ആ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നോക്കണേ, എന്റെ നിരൂപ ഇവിടെ ഇന്ന് നമ്മള് എവിടെ ഇരിക്കുന്നു, എവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, അത് കാണുന്ന ഒരു ദൈവമല്ലേ. ഇരിക്കുന്നതും ഇരിക്കാൻ ബന്ധപ്പെടുന്നതും എഴുന്നേൽക്കാൻ ബന്ധപ്പെടുന്നതും എല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. സ്തോത്രം. God knows about our all needs, every actions. Nothing is hidden before him. ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, അറിയുന്നു, അല്ലേ? ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്തിരിക്കുന്ന, ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ദൈവം അറിയുന്നുണ്ട്. ധൈര്യത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാം, എന്നെ അറിയുന്ന ഒരു ദൈവം. ഒന്ന് പറഞ്ഞേ. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. വണ്ടർഫുൾ. എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അത് പോരായ ദൈവങ്ങളെ ആരും ഇല്ലല്ലോ. നമ്മളെ കാണുന്ന ഒരു ദൈവമില്ല, നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം. ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പ്രൈസ് ഗോഡ്. ജീസസ്. പിന്നെ തീർന്നില്ല. വെളിപ്പാട് ദിവസം 2:23 ഒന്ന് വായിച്ചേ. വെളിപ്പാട് ദിവസം 2:23. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ആ. ഉൾപ്പൂകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഇത് ആരോട് പറയുന്ന ദൂത? ഏത് സഭയോട് ഇത് പറയുന്നേ? തുയതേരിയോട്. തുയത്തൈര സഭ. അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പം. അന്നേരം കർത്താവ് പറയുകയാണ്, ഞാൻ ഉൾപ്പുകളെ ആരായുന്ന ദൈവം. സ്തോത്രം. സകലവും അറിയും. നമ്മുടെ ശരീരത്തിന്റെ നെർവ് സിസ്റ്റം കാണുന്നൊരു ദൈവം, ബ്ലഡിന്റെ കണ്ടീഷൻ, നമ്മുടെ അസ്ഥിയുടെ ബലം, നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ, നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ, എല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരോഗ്യം ഇതിനകത്തിരിപ്പുണ്ടോ? ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാത്തത് ദൈവത്തിന് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? 8 മാസം ഞാൻ അനുഭവിച്ച ഭയങ്കര രോഗം ഒരു ഡോക്ടറും കണ്ടുപിടിച്ചില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു. സ്തോത്രം. Glory to God. ദൈവവിളിയെ നിരസിച്ചത് കൊണ്ടാണ് ഈ രോഗം വന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ഉണ്ടായിട്ട് തിരസ്കരിച്ചത് കൊണ്ടാണ് ഇത് വന്നേ. അതെങ്ങനെ ഡോക്ടർമാർക്ക് അറിയാൻ പറ്റില്ല? രാത്രിയിൽ ചില ആത്മീയ വിഷയത്തിൽ പരാജയങ്ങൾ അങ്ങിങ്ങി സംഭവിച്ചപ്പോൾ ചില പ്രയാസങ്ങളും വേദനകളും കഷ്ടങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വെളിപ്പാട് ദിവസം ചുമ്മാ അത് പഠിച്ചു പോകണ്ട. ആത്മാവിന്റെ ശക്തി യോഹന്നാനിൽ വെളിപ്പെട്ടതുപോലെ പഠിക്കുന്ന നിങ്ങളിലും ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടണം. സൗഖ്യത്തോടെ നമുക്ക് പിരിയണം. ദൈവത്തിന്റെ മഹത്വം കാണണം. മഹത്വപൂർണനായ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ മഹത്വം എടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. തേജസ്വീകരിക്കപ്പെട്ട കർത്താവ് നമ്മുടെ സഭയ്ക്കകത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തണം. ശാന്തരാധികസിയാരക
ഹല്ലേലൂയ. ജീസസ് ജീസസ്. ദൈവാത്മാവിന് വലിയൊരു പകർച്ചയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ട്, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഗ്ലോറി ടു ഗാഡ്. ജീസസ്. ചില കുഞ്ഞുങ്ങളുടെ മേലുള്ളതായ ചില കുറവുകളെല്ലാം പരിഹരിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിന് ഏറ്റു പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. മൈറ്റി ഫാദർ വി പ്രൈസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ഇന്ന് അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാം. ആ കർത്താവ് തന്റെ മധ്യസ്ഥതയിൽ പരിഹാരം തരാൻ പോവുകയാണ്. ഏത് പഴയ പ്രശ്നമാണെങ്കിലും പുരാതനായ ദൈവം, കാലങ്ങൾക്ക് അതീതനായ ദൈവം, സമയത്തെ സൃഷ്ടിച്ചവനായ ദൈവം എത്ര പഴയ പ്രശ്നങ്ങൾക്കും നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള ദൈവമാണ്. Glory to God, Jesus. കൂട്ടുകാര് കാണുന്നത് പോലല്ല ദൈവം നമ്മെ കാണുന്നത്. ഭർത്താവ് ഭാര്യയെ കാണുന്നത് പോലോ, ഭാര്യ ഭർത്താവിനെ കാണുന്ന പോലോ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കാണുന്നത് പോലോ, പാസ്റ്റർ വിശ്വാസികളെ കാണുന്നത് പോലോ, വിശ്വാസികൾ പാസ്റ്ററെ കാണുന്നത് പോലോ അല്ല ദൈവം നമ്മെ കാണുന്നത്. പ്രൈസ് ഗാഡ്. വ്യത്യസ്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. വ്യത്യസ്തമായ ദൈവപ്രവൃത്തി. ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായപ്പോൾ ഭയങ്കര വെളിപ്പാട് ദൈവം കൊടുത്തു എങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച്, വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ ദൈവം നമുക്ക് നൽകുകയാണ്. അത് ഇന്ന് രാത്രി നമുക്കതൊന്ന് ഏറ്റെടുക്കാം. ജീസസ്. Praise ye the Lord. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം. ഞാനത് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിലും ഒരു വാക്യം കൂടെ വായിച്ചു നിർത്തുകയാണ്. ദൈവം സ്തോത്രം. 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുക. ഉൾപ്പാട് 2:1 അതോടെ വായിച്ചു ഇവിടെ നിർത്തുന്നു. ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എഫെസോസിലെ അതന്നെ. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. 7 നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. 2 ദൂത് പറയാൻ പോവാ. 1, നീ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. വിശ്വസിക്കാമോ? 2, പലരും നമ്മെ കാണുമ്പോൾ ഒളിഞ്ഞും പാത്തും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ നടുവിൽ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സംരക്ഷണത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിൽ ദൈവം നമ്മെ വഹിച്ചിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കാം. നിമി സിസ്റ്റർ പ്രാർത്ഥിച്ചാണ്. സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവിടുത്തെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവെ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കർത്താവെ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കർത്താവെ പഠിക്കുവാൻ തക്കോണം കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മഹത്വപൂർണനായ ക്രിസ്തുവിനെ കർത്താവെ പുസ്തകത്തിലൂടെ പഠിക്കുവാൻ തക്കോണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവെ. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ആ മഹത്വവാനായ കർത്താവിനെ ഒന്ന് കാണിട്ട് കർത്താവെ. ആ ദർശനം കണ്ട കർത്താവ് ഒരു വ്യക്തി പോലും കർത്താവെ പിന്നെ തിരിഞ്ഞു നോക്കി